കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആര്? സജി ചെറിയാൻ. കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. താഴെ പറയുന്ന സംഘസാഹിത്യ കൃതികളിൽ വ്യാകരണ ഗ്രന്ഥമായി പരിഗണിക്കപ്പെടുന്നത് ഏത്? തൊൽക്കാപ്പിയം. താഴെ പറയുന്ന സംഘസാഹിത്യ കൃതികളിൽ വ്യാകരണ ഗ്രന്ഥമായി പരിഗണിക്കുന്നത് ഏത്? തൊൽക്കാപ്പിയം. പ്രശസ്തമായ സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല? വയനാട്. പ്രശസ്തമായ സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായാണ് കുമ്മനം രാജശേഖരൻ ചുമതല വഹിച്ചത്? മിസോറാം. ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായാണ് കുമ്മനം രാജശേഖരൻ ചുമതല വഹിച്ചത്? മിസോറാം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം? 1721. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചതാര്? ആനി ബസന്റ്. 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചതാര്? ആനി ബസന്റ്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ അരയ സമാജത്തിൻ്റെ സ്ഥാപകൻ? പണ്ഡിറ്റ് KP കറുപ്പൻ. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ അരയ സമാജത്തിൻ്റെ സ്ഥാപകൻ പണ്ഡിറ്റ് KP കറുപ്പൻ. തിരുവിതാംകൂറും കൊച്ചിയും കൂടിച്ചേർന്ന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത്? 1949 ജൂലൈ 1. തിരുവിതാംകൂറും കൊച്ചിയും കൂടിച്ചേർന്ന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് 1949 ജൂലൈ 1. താഴെ പറയുന്നവരിൽ കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി? KB മേനോൻ. താഴെ പറയുന്നവരിൽ കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി KB മേനോൻ. താഴെ പറയുന്നവയിൽ ഹരിതഗ്രഹ വാതകമല്ലാത്തത് ഏത്? ഹീലിയം. താഴെ പറയുന്നവയിൽ ഹരിതഗ്രഹ വാതകമല്ലാത്തത് ഏത്? ഹീലിയം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല? ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി? ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം? ജാർഖണ്ഡ്. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ജാർഖണ്ഡ്. ഇന്ത്യയുടെ ദാനിപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം? ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ദാനിപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഉത്തര മഹാസമതലം. ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗം? ഭൂവൽക്കം. ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗം ഭൂവൽക്കം. ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനം നടന്ന നഗരം? തിരുവനന്തപുരം. ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനം നടന്ന നഗരം തിരുവനന്തപുരം. കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപ്? വെല്ലിംഗ്ടൺ ഐലൻഡ്. കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപ് വെല്ലിംഗ്ടൺ ഐലൻഡ്. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം? രാമേശ്വരം. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം രാമേശ്വരം. മാരക വൈറസ് രോഗമായ നിപ്പ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യമേത്? മലേഷ്യ. മാരക വൈറസ് രോഗമായ നിപ്പ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യമേത്? മലേഷ്യ. ബാലഗംഗാധരനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന ഗ്രന്ഥമെഴുതിയ ചരിത്രകാരൻ? വലന്റൈൻ ഷിറോൾ. ബാലഗംഗാധരനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന ഗ്രന്ഥമെഴുതിയ ചരിത്രകാരൻ വാലന്റൈൻ ഷിറോൾ. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം? സുസ്ഥിര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സുസ്ഥിര വികസനം. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക്? നബാർഡ്. കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് നബാർഡ്. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം? അനിമോമീറ്റർ. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം അനിമോമീറ്റർ. ISROയുടെ 100ാമത്തെ ഉപഗ്രഹം? കാർട്ടോസാറ്റ് 2. ISROയുടെ 100ാമത്തെ ഉപഗ്രഹം കാർട്ടോസാറ്റ് 2. ലക്ഷദ്വീപിൻ്റെ നീതിന്യായ അധികാരം ഏത് ഹൈക്കോടതിയുടെ കീഴിലാണ്? കേരള ഹൈക്കോടതി.
ലക്ഷദ്വീപിന്റെ നീതിന്യായ അധികാരം ഏത് ഹൈക്കോടതിയുടെ കീഴിലാണ്? കേരള ഹൈക്കോടതി. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത്? രാജ്യസഭ. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭ. ഒരു സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ? ഗവർണർ. ഒരു സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണർ. ലോക്സഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന മാസം? ജൂലൈ. ലോക്സഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന മാസം ജൂലൈ. പന്മന ആശ്രമം താഴെ പറയുന്ന ആരുമായി ബന്ധപ്പെട്ടതാണ്? ചട്ടമ്പി സ്വാമികൾ. പന്മന ആശ്രമം താഴെ പറയുന്ന ആരുമായി ബന്ധപ്പെട്ടതാണ്? ചട്ടമ്പി സ്വാമികൾ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? കെ കേളപ്പൻ. ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായന രേഖ കടന്നുപോകുന്നു? 8. ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായന രേഖ കടന്നുപോകുന്നു? 8 സംസ്ഥാനങ്ങളിലൂടെ. ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29. ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്? 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്? സംസ്ഥാന ഗവർണർ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണർ. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ? കൺവർ സിംഗ്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ കൺവർ സിംഗ്. ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടസ്സമാകും എന്ന കാരണത്താൽ സുപ്രീം കോടതി അടുത്തിടെ നീക്കം ചെയ്ത വിവരസാങ്കേതിക വിദ്യ നിയമത്തിലെ വകുപ്പ് ഏത്? 66A. ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും തടസ്സമാകും എന്ന കാരണത്താൽ സുപ്രീം കോടതി അടുത്തിടെ നീക്കം ചെയ്ത വിവരസാങ്കേതിക വിദ്യ നിയമത്തിന്റെ വകുപ്പ് ഏത്? 66A. പാലസ്തീൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി? നരേന്ദ്രമോദി. പാലസ്തീൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള മീഡിയ അക്കാദമിയുടെ പ്രഥമ ലോക പ്രസ് ഫോട്ടോഗ്രാഫർ പ്രൈസ് സ്വീകരിക്കാനായി ഈയിടെ കേരളത്തിലെത്തിയ ലോക പ്രശസ്ത ഫോട്ടോഗ്രാഫർ നിക് ഉഡ്. കേരള മീഡിയ അക്കാദമിയുടെ പ്രഥമ ലോക പ്രസ് ഫോട്ടോഗ്രാഫർ പ്രൈസ് സ്വീകരിക്കാനായി ഈയിടെ കേരളത്തിലെത്തിയ ലോക പ്രശസ്ത ഫോട്ടോഗ്രാഫർ നിക് ഉഡ്. ISROയുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. ISROയുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? AG ശങ്കരൻ പിള്ള. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? KG ശങ്കരൻ പിള്ള. 2023 G20 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം? ഇന്ത്യ. 2023 G20 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഇന്ത്യ. ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം? വൃക്ക. ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം വൃക്ക. താഴെ പറയുന്നവയിൽ വൈറസ് രോഗമല്ലാത്തത് ഏത്? ഡിഫ്തീരിയ. താഴെ പറയുന്നവയിൽ വൈറസ് രോഗമല്ലാത്തത് ഏത്? ഡിഫ്തീരിയ. നെല്ലിന്റെ ശാസ്ത്രീയ നാമം? ഒറൈസ സറ്റൈവ. നെല്ലിന്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റൈവ. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്? ഐസക് ന്യൂട്ടൺ. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ റൗണ്ടിൽ കളിക്കുന്ന ടീമുകളുടെ എണ്ണം 32. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ റൗണ്ടിൽ കളിക്കുന്ന ടീമുകളുടെ എണ്ണം 32. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല? വയനാട്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല? വയനാട്. പാരാദ്വീപ് തുറമുഖം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഒഡീഷ. പാരാദ്വീപ് തുറമുഖം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഒഡീഷ. കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച്? മുഴുപ്പിലങ്ങാട്. കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച് മുഴുപ്പിലങ്ങാട്. കിത്താബുൾ റഹ്ല ആരുടെ പ്രശസ്തമായ യാത്രാ വിവരണമാണ്? ഇബ്ൻ ബത്തൂത്ത. കിത്താബുൾ റഹ്ല ആരുടെ പ്രശസ്തമായ യാത്രാ വിവരണമാണ്? ഇബ്ൻ ബത്തൂത്ത. കഴിഞ്ഞ വർഷം ഹിതപരിശോധന നടന്ന കാറ്റലോണിയ ഏത് രാജ്യത്തിന്റെ ഭാഗമായ പ്രദേശമാണ്? സ്പെയിൻ. കഴിഞ്ഞ വർഷം ഹിതപരിശോധന നടന്ന കാറ്റലോണിയ ഏത് രാജ്യത്തിന്റെ ഭാഗമായ പ്രദേശമാണ്? സ്പെയിൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി? CP രാധാകൃഷ്ണൻ. ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20.
കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. ഏത് സിനിമയിലെ ഗാനം ആലപിച്ചതിനാണ് 65ാമത് ദേശീയ പുരസ്കാരത്തിന് മികച്ച ഗായകനുള്ള അവാർഡ് യേശുദാസിന് ലഭിച്ചത്? വിശ്വാസപൂർവം, മൻസൂർ. ഏത് സിനിമയിലെ ഗാനം ആലപിച്ചതിനാണ് 65ാമത് ദേശീയ പുരസ്കാരത്തിൽ മികച്ച ഗായകനുള്ള അവാർഡ് യേശുദാസിന് ലഭിച്ചത്? വിശ്വാസപൂർവം, മൻസൂർ. കേന്ദ്ര സർക്കാർ രൂപം നൽകിയ 15ാം ധനകാര്യ കമ്മീഷൻ തലവനാര്? NK സിംഗ്. കേന്ദ്ര സർക്കാർ രൂപീകരിച്ച 15ാമത് ധനകാര്യ കമ്മീഷൻ തലവൻ NK സിംഗ്. താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളിൽ പെടാത്തത്? പന്നിയൂർ. താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളിൽ പെടാത്തത്? പന്നിയൂർ. പന്നിയൂര് കുരുമുളക് ഗവേഷണ കേന്ദ്രമാണ്. ഗ്രാമീണ ശുദ്ധജല ലഭ്യത ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി ഏത്? സ്വജൽധാര പദ്ധതി. ഗ്രാമീണ ശുദ്ധജല ലഭ്യത ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി ഏത്? സ്വജൽധാര പദ്ധതി. ആറ്റത്തിൽ ചാർജില്ലാത്ത കണം? ന്യൂട്രോൺ. ആറ്റത്തിൽ ചാർജില്ലാത്ത കണം ന്യൂട്രോൺ. നീതി ആയോഗിൻ്റെ ആദ്യ ചെയർമാൻ? നരേന്ദ്രമോദി. നീതി ആയോഗിൻ്റെ ആദ്യ ചെയർമാൻ നരേന്ദ്രമോദി.